കർണാടകയിലെ മണ്ഡ്യ നാഗമംഗല താലൂക്കിൽ 15-കാരൻ തോക്കുകൊണ്ട് കളിക്കവേ കയ്യിലിരുന്ന് അത് പൊട്ടി. അടുത്തിരുന്ന 4 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചു എന്നതാണ് ദുഃഖകരം. അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കുമുണ്ട്. ബംഗാൾ സ്വദേശികളായ തൊഴിലാളികളുടെ കുഞ്ഞ് അഭിജിത്ത് ആണ് മരിച്ചത്. കെ.ബി. ശ്രീധരൻ നൽകും വിവരങ്ങൾ. ശ്രീധരൻ, വളരെ ദാരുണമായൊരു സംഭവം. എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ കയ്യിലേക്ക് തോക്ക് എത്തുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? വളരെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ നാഗമംഗലയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കോഴി ഫാമിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ ദുരന്തം അല്ലെങ്കിൽ സംഭവം നടക്കുന്നത്. അതായത് ഈ കോഴി ഫാമിൽ ഒരു തോക്ക് വെച്ചിരുന്നു. ലൈസൻസ് ഉള്ള തോക്കാണ്. തൊട്ടടുത്ത് ഒന്ന് വന്ന ഈ 15 വയസ്സുകാരൻ ഈ തോക്ക് കണ്ടപ്പോൾ ഒരു കൗതുകത്തോടു കൂടി എടുത്തു നോക്കിയതാണ്. അറിയാതെ അതിന്റെ കാഞ്ചി വലിക്കുകയും സമീപത്തുണ്ടായിരുന്ന ആ കോഴിഫാമിൽ തന്നെ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ കുഞ്ഞിന് മേലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ദേഹത്തേക്ക് വെടികൊള്ളുകയായിരുന്നു. 4 വയസ്സുള്ള കുട്ടി അവിടെ ചെന്ന് മരിച്ചു. ഇതുകൂടാതെ അബദ്ധത്തിൽ ഒന്നുകൂടി ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ 15-കാരന്റെ കയ്യിൽ നിന്ന് ആ തോക്കിന്റെ ട്രിഗർ വലിച്ചു. അത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ കാലിലാണ് വെടികൊണ്ടത്. അവർക്ക് അവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഫാം നോക്കി നടത്തുന്ന ആളുകൾ ആണ് മുറിയിൽ ഈ തോക്ക് കൈവശം വെച്ചിരുന്നത്. ഇവർ പുറത്തുപോയ സമയത്താണ് ഈ അപകടം അല്ലെങ്കിൽ ഈ ദുരന്തം സംഭവിക്കുന്നത്. കുട്ടി സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ ഏതായാലും ഈ 15-കാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തോക്കിന്റെ ഉടമകളെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടകത്തിലെ മണ്ഡിയിലെ നാഗമംഗലത്താണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായത്.